ദീപ മോഹൻ, തുടർച്ചയായി 3 ദിവസങ്ങളിൽ 4 പേരുടെ മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. വയനാട്ടിൽ മാത്രം 2 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാട്ടാന ജീവനെടുക്കുന്നത് തുടരുമ്പോൾ നാട്ടുകാർ അസ്വസ്ഥരാണ്. വലിയ പ്രതിഷേധത്തിലല്ലേ നാട്ടുകാർ? ദീപക്, വയനാട്ടിൽ കാട്ടാനക്കഴിയിൽ 2 ദിവസത്തിനിടെ 2 ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇന്നലെ നൂൽപ്പുഴയിലുള്ള കാപ്പാട്ടുന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മനു എന്ന മധ്യവയസ്കൻ മരിച്ചു. അതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഇന്ന് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ മേപ്പാടി അട്ടമലയിലെ ഏറാട്ടുകുണ്ടിൽ താമസിക്കുന്ന ആദിവാസി യുവാവായ ബാലകൃഷ്ണനാണ് കാട്ടാനയുടെ ആക്രമണത്തിനിരയായി ജീവൻ നഷ്ടമായത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഹാരിസൺ മലയാളത്തിൻ്റെ തേയിലത്തോട്ടത്തിന് സമീപത്ത് ഈ ബാലകൃഷ്ണന്റെ മൃതദേഹം പ്രദേശവാസികൾ കണ്ടത്. പിന്നീട് അവരാണ് വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചത്. പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി ബാലകൃഷ്ണന്റെ മൃതദേഹം പുറത്തേക്കെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും പ്രദേശവാസികൾ തടഞ്ഞു. ഉന്നതാധികൃതരോ ജില്ലാ കളക്ടറോ സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. പിന്നീട് തഹസീൽദാർ സ്ഥലത്തെത്തി നാട്ടുകാർ പറഞ്ഞ ആവശ്യങ്ങൾ ഉപാധികൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബാലകൃഷ്ണന്റെ മൃതദേഹം എറാട്ടുകുണ്ടിലെ വീടിന് പിന്നിൽ സംസ്കരിച്ചത്. നിലവിൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ ഇന്ന് DFO ബാലകൃഷ്ണന്റെ കുടുംബത്തിന് കൈമാറി. കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്.